മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. അർഹതപ്പെടാത്ത ആളുടെ കയ്യിൽ ഷൊർണൂർ നഗരസഭ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് പെൻഷൻ വർഷങ്ങളായി നൽകിയതെന്ന ആരോപണവുമായി BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ. ഈ വ്യക്തിയുടെ പേരിൽ കേസ് നൽകാനും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നഗരസഭ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഷൊർണൂർ നഗരസഭയിൽ അയോഗ്യതയിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയത്. ഷൊർണൂർ കണയും പയ്യനേഴി വീട്ടിൽ P. രാജനെതിരെയാണ് നഗരസഭ റിപ്പോർട്ട് തേടിയത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് റദ്ദാക്കിയതായും കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇയാൾ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് പരാതി. രാജൻ പെൻഷൻ ലഭിക്കുന്നതിനായി ഷൊർണൂർ വില്ലേജ് 2 ഓഫീസിൽ നിന്നും പ്രതിവർഷ വരുമാനം 60,000 രൂപയാണെന്ന് കാണിച്ച് വരുമാന സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസ് നടത്തിയ പരിശോധനയിലാണ് സമർപ്പിച്ച ബാങ്ക് ഇടപാട് റിപ്പോർട്ടും പ്രതിവർഷ വരുമാനവും പൊരുത്തപ്പെടാതെ വന്നത്. ഷൊർണൂർ 2 വില്ലേജ് ഓഫീസിൽ നിന്നായിരുന്നു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയത്. മറ്റ് വരുമാന വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും സത്യവാങ്മൂലം മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ എന്നുമാണ് ഷൊർണൂർ വില്ലേജ് 2 നൽകിയ മറുപടി. അർഹതപ്പെടാത്ത ആളുടെ കയ്യിൽ ഷൊർണൂർ നഗരസഭ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് പെൻഷൻ വർഷങ്ങളായി നൽകിയതെന്ന ആരോപണവുമായി BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ രംഗത്തെത്തി. ഈ വ്യക്തിയുടെ പേരിൽ കേസ് നൽകാനും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നഗരസഭ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് P. രഞ്ജിത്ത്, BJP കൗൺസിലർ ഗോപകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വില്ലേജ് ഓഫീസറാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും റദ്ദാക്കിയതെന്നും അതിനാൽ നഗരസഭയ്ക്ക് പങ്കില്ലെന്നും ഉപാധ്യക്ഷൻ VK അനുരാജ് പറഞ്ഞു. ഒരു വ്യക്തി, യോഗ്യതയില്ലാത്ത വ്യക്തി ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുള്ള ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് ആ വിവരം പുറത്തു വന്നു. വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും പരാതിക്കാരനും മാർക്സിസ്റ്റുകാരനായതുകൊണ്ട് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ബാലിശമായുള്ള നിലപാടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള BJPയുടെ പ്രതിനിധി, ഇവിടുത്തെ കൌൺസിലർ അതിനെതിരെ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് പണം കൈപ്പറ്റിയ ആളുടെ പേരിൽ നടപടിയെടുക്കാനും ഇതുവരെ കൊടുത്ത പൈസ തിരിച്ചുപിടിക്കാനും വേണ്ടിയിട്ടുള്ള കുറിപ്പ് കൊടുക്കുകയുണ്ടായി. എന്നാൽ അത് അതേപോലെ തന്നെ കൌൺസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിന് തയ്യാറാവാതെ അവരുടെ മാത്രം തീരുമാനപ്രകാരമായി അത് കൌൺസിലിലേക്ക് കൊടുക്കാൻ തയ്യാറായതുമില്ല. മാത്രമല്ല ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു നിലപാടിൽ മാത്രം നിൽക്കുക. You are watching VCV News.